ക്രിസ്മസ് എനിക്കൊരു പിറന്നാൾ ദിനമല്ല, ഒരു ബലിയുടെയും ഉയർപ്പിൻ്റെയും വിളംബരമാണ്. അച്ഛൻ സ്നേഹത്തോടെ വീട്ടുമുറ്റത്ത് തൂക്കിയ നക്ഷത്രമാണ്. മകൻ്റെ പിറവിക്കായി അമ്മ കണ്ണീരൊഴുക്കിയ വീഞ്ഞാണ്. സ്നേഹത്തിൻ്റെ, കരുണയുടെ, ജ്ഞാനത്തിൻ്റെ ക്രിസ്മസ് ആശംസകൾ. എൻ്റെ വീട്ടിൽ നട്ടുച്ചയ്ക്ക് ഒരു ക്രിസ്മസ് പാപ്പ വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു നടൻ്റെ വീട്ടിലേക്ക് ഒരു വിശ്വചലച്ചിത്രകാരൻ ക്രിസ്മസ് ആഴ്ചയിൽ കടന്നു വരികയാണ്. എന്തിനു വന്നു എന്ന കാര്യം സാർ എന്നോട് പറഞ്ഞില്ല. എൻ്റെ വീട്ടിലിരുന്നു ഒരു 5 മിനിറ്റോളം അവിടെ ഇരുന്ന പുസ്തകങ്ങൾ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ ആരാ കുന്തേരയെ വായിക്കുന്നത്? തൊട്ടടുത്ത് ബൈബിൾ ഉണ്ടായിരുന്നു, ശ്രീ മഹാഭാഗവതം ഉണ്ടായിരുന്നു. അങ്ങനെ കുന്തേരയെ തിരിച്ചറിയുന്ന ആ വിശ്വചലച്ചിത്രകാരൻ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒരു ക്രിസ്മസ് പാപ്പയെ പോലെ അവതരിക്കുമ്പോൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും പുണ്യദിനമാണ്. നന്ദി സാർ. ഈ ക്രിസ്മസ് ആഴ്ചകളിൽ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നതിനും എന്നോടൊപ്പം കാലത്തെക്കുറിച്ചും പ്രായത്തെക്കുറിച്ചും സംസാരിച്ചതിനും കുന്തേരയെ ഓർമ്മിപ്പിച്ചതിനും. ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണിത്. എനിക്ക് ഈ കടലിൻ്റെ നിറമറിയാം, ആകാശത്തിൻ്റെ നിറമറിയാം, മണ്ണിൻ്റെ നിറമറിയാം. പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ല. കടലിനെ പേടിയാണ്, ഈ മണലിനെ പേടിയില്ല. അതുകൊണ്ട് തന്നെ എന്നെ സിനിമാ താരം എന്ന് വിശേഷിപ്പിക്കുന്നിടത്ത് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഞാൻ നാടകം കളിച്ച് വളർന്ന മണ്ണാണിത്. എൻ്റെ നാടക ജീവിതം തുടങ്ങുന്നത് ഈ മണ്ണിൽ നിന്നാണ്. ഒരു കുട്ടിക്കാലം എൻ്റെ ഓർമ്മയിൽ എന്നെ വേദനപ്പെടുത്തുന്നത് ഇപ്പോഴും എനിക്ക് ഈ കടലിൽ, ഈ പരിസരത്ത് ജനിച്ചിട്ട് പോലും എനിക്ക് നീന്താൻ പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. കാരണം അച്ഛൻ്റെ സുരക്ഷിതത്വമായിരുന്നു. മകന് കടലിലൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞത്. എൻ്റെ കൂട്ടുകാരൊക്കെ നീന്തി കളിക്കുമ്പോൾ ഞാൻ ഈ കരയിലിരുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അച്ഛൻ പുറകിൽ വന്ന് ചെവിയെ പിടിച്ച് തൂക്കിക്കൊണ്ട് പോകും. അങ്ങനെ വളർന്ന ഒരു മണ്ണിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ മനുഷ്യരെ നിങ്ങൾ കണ്ടു. അവരൊക്കെ എത്രയോ തിര മുറിച്ച് കടന്നാണ് കുടുംബം പോറ്റാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് കടന്നു പോകുന്നത്. ആ ധൈര്യം എനിക്കില്ല എന്ന് പറയുന്നതിൽ എനിക്കൊരു സങ്കോചവുമില്ല. ഇതാണ് എൻ്റെ ബാല്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. എൻ്റെ മക്കൾക്ക് നീന്താൻ അറിയാം, എനിക്ക് നീന്താൻ അറിയില്ല. അവന്മാരിപ്പോഴും കടലിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഭയമാണ്. പക്ഷേ ഈ ധൈര്യശാലികളായ മനുഷ്യരെ കാണുമ്പോൾ എനിക്ക് അവരെക്കുറിച്ച് അഭിമാനമാണുള്ളത്. എൻ്റെ നാടിനെക്കുറിച്ചുള്ള അഭിമാനം. കുടുംബത്തെ പോറ്റാൻ വേണ്ടി അവരെടുക്കുന്ന അവരുടെ ചങ്കൂറ്റം അത് ചില്ലറയല്ല. ഒരു മത്സ്യത്തൊഴിലാളിക്ക് മാത്രമേ ഈ കടൽ മുറിച്ച് കടന്നു പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് മുക്കോമാരെന്നാണ്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ക്രിസ്തുമതം പ്രചരിച്ചത്. ബുദ്ധൻ അനുയായികളായി വന്നതൊക്കെ രാജാക്കന്മാരായിരുന്നു, അശോകൻ. പക്ഷേ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം കടൽ കടന്നു പോകുന്നതിന് മാത്രമേ, കടൽ കടക്കുന്ന സഞ്ചാരിക്ക് മാത്രമേ ലോകം അറിയാൻ പറ്റുള്ളൂ. ഇന്ത്യ കണ്ടുപിടിച്ചതാരാ, ഇന്ത്യയിലേക്ക് വന്നതാരാ? അവരൊക്കെ കടൽ കടന്നു വന്നവരാണ്. അത് പേർഷ്യക്കാരായാലും വാസ്കോഡി ഗാമ ആയാലും അലക്സാണ്ടർ ആയാലും എല്ലാവരും കടൽ കടന്നു വന്നവരാണ്. കടൽ കടന്നു പോയിട്ടാണ് കേരളീയർ അറേബ്യയിലേക്കും സിംഗപ്പൂരിലേക്കും ലണ്ടനിലേക്കും ഇപ്പോൾ അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കടൽ കടക്കുന്നതിന് മാത്രമേ ആകാശത്തിൻ്റെ വലിപ്പം അറിയാൻ പറ്റൂ, ഭൂമിയുടെ ഗോളം അറിയാൻ പറ്റൂ. അതാണ് നമ്മുടെ ജീവിതം.
മരണത്തിന് വേണ്ടിയാണ് മനുഷ്യരെല്ലാവരും ജനിക്കുന്നത്. എൻ്റെ നാട്ടിൽ ഒരു മനുഷ്യൻ പണ്ട് ചൊല്ലുമായിരുന്നു, അയാളെ കളിയാക്കുമ്പോൾ, കുട്ടികളായ ഞങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നടന്നു വരും. അദ്ദേഹം മദ്യപിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കള്ളക്കുഴികൾ ഉണ്ടാക്കി വയ്ക്കും. ആ കള്ളക്കുഴികളിൽ അദ്ദേഹം വീഴും എന്ന് ഞങ്ങൾക്കറിയാം. അത് ഓലയിട്ടൊക്കെ മൂടി വെച്ചിരിക്കുക. അതിനകത്ത് മുള്ളുണ്ടാവും, പഴുതാരയുണ്ടാവും. അപ്പോൾ ആ മനുഷ്യൻ നടന്നു വരുമ്പോൾ കുട്ടികളെല്ലാം പറയും, ആ കുഴി. പപ്പുചേട്ടൻ മറ്റേ സിനിമയിൽ അഭിനയിച്ചോട്ടെ, വെള്ളം വെള്ളം എന്ന് പറയുന്ന പോലെ അയാൾ ചാടി പോയിട്ട് അവസാനം അയാൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട്, ഒന്ന് പോടാ, ഇന്ന് മരിച്ചാൽ നാളെ മരിക്കണ്ട. അതാണ് ഈ കടലിൽ ജോലി ചെയ്യുന്നവരുടെ ഫിലോസഫി. എല്ലാവർക്കും ഒരു സമയമുണ്ട്. ബൈബിളിൽ പറയുന്ന പോലെ നിൻ്റെ കൺപീലി കൊഴിയാൻ നീ ജനിച്ച നേരം മുതൽ ദൈവം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് പോകേണ്ട സമയപ്പോൾ അവർ പോയി. എനിക്ക് പോകേണ്ട സമയമ്പോൾ ഞാൻ പോകും. ക്രിസ്തുവിന് പോകേണ്ട സമയത്ത് ക്രിസ്തു പോയി. പക്ഷേ ക്രിസ്തുവിനെ ഉയർപ്പിക്കാൻ 12 മത്സ്യത്തൊഴിലാളികൾ വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അവരില്ലായിരുന്നെങ്കിൽ ക്രിസ്തുമതം ലോകത്തിങ്ങനെ പ്രചരിക്കില്ല. അവരുടെ ശിഷ്യന്മാരില്ലായിരുന്നെങ്കിൽ ക്രിസ്തുമതത്തിന് ലോകത്ത് ഇത്ര വ്യാപ്തി ഉണ്ടാവില്ലായിരുന്നു. പോപ്പുണ്ടാവുമായിരുന്നില്ല, കർദിനാൾമാരുണ്ടാവുമായിരുന്നില്ല, ബിഷപ്പുമാരുണ്ടാകുമായിരുന്നില്ല, പുരോഹിതന്മാരുണ്ടാകുമായിരുന്നില്ല. അതാണ് എനിക്ക് തോന്നുന്നു ഈ കടൽ തീരത്ത് ജനിച്ച മനുഷ്യരുടെ ഏറ്റവും വലിയ മഹത്വം. അത് പത്രോസിൽ നിന്ന് തുടങ്ങുന്നു. 12 പേരും മുക്കുവന്മാരായിരുന്നു. ഞാൻ ബുദ്ധനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ബുദ്ധൻ്റെ ആരാധകനാണ്. ക്രിസ്തുവിനെ ബഹുമാനിക്കുന്ന മനുഷ്യനാണ്. ഇവരാരും വിചാരിച്ചിട്ട് നന്നാകാത്ത ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഒരു സിനിമ കണ്ട് നന്നാവുക? എനിക്ക് തോന്നുന്നു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് കലയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. അത് നാടകത്തിലായാലും സിനിമയിലായാലും എന്തിലായാലും. അങ്ങനെ ഒരു കല കണ്ടിട്ട് സിനിമ കണ്ടിട്ട് സൊസൈറ്റി വഷളായി പോയി എന്ന് പറയുന്നിടത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. സൊസൈറ്റി വഷളാകുന്നിടത്താണ് കലയും വഷളാകുന്നത്. നിങ്ങളുടെ സൊസൈറ്റിയുടെ ഭാഗമാണ് കല. അതിൻ്റെ പ്രതിഫലനം മാത്രമാണ് കലാസൃഷ്ടികളിലൂടെ കാണുന്നത്. അല്ലാതെ അവർ പുതുതായി സൃഷ്ടിച്ച ഒരു ഇമേജും അല്ല. നിങ്ങളുടെ ഇമേജുകളാണ് നിങ്ങൾ ആ സിനിമയിലും നാടകത്തിലും ആയാലും ഏത് കലാരൂപത്തിലും കാണേണ്ടത്. ഞാൻ മോണിറ്റർ നോക്കുന്ന നടനല്ല ഓരോ ഷോട്ട് കഴിയുമ്പോൾ. കാരണം ഞാൻ പോയി നോക്കിയിട്ട് കാര്യമില്ല. സംവിധായകനാണ് അതിൻ്റെ ഒരു ക്രിയേറ്റർ എന്ന് പറയുന്നത്, ഗോഡ്. അയാൾ ഓക്കെ പറഞ്ഞ പിന്നെ ഞാൻ എന്തിനാണ് പോയി നോക്കുന്നത്? പക്ഷേ സിനിമ ഞാൻ കാണും. എൻ്റെ സിനിമ ഞാൻ ഇനി എങ്ങനെയാണ് നന്നാവാനുള്ളതെന്ന് അറിയാൻ വേണ്ടി, ആ പാഠം പഠിക്കാൻ വേണ്ടി. എൻ്റെ ഏറ്റവും വലിയ വിമർശകരെന്ന് പറയുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമാണ്. അവർ പറയും അത് ശരിയായില്ല. അതിനേക്കാൾ മുമ്പേ ഞാൻ തന്നെ പഠിച്ചിട്ടുണ്ടാവും സിനിമ കഴിയുമ്പോൾ. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന മഹാനായ, നിങ്ങൾ ആരെയൊക്കെ വിശേഷിപ്പിച്ചാലും ചാർലി ചാപ്ലിനോളം ഒരാളും വരില്ല എന്ന് ഞാൻ പറയും. ഇത്രയും തൈഷണശാലിയായ, ഇത്രയും ബുദ്ധിശാലിയായ, സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി തുടങ്ങുന്ന കാലത്ത് തന്നെ വലിയ ഫിലിം കമ്പനികളുടെ ഡയറക്ടറായിട്ട് മാറാനും സിനിമ ഉണ്ടാക്കാനും പറ്റിയ ഒരു മഹാരഥൻ വേറെ ഇല്ല എന്ന് ഞാൻ പറയും. അത് എൻ്റെ അഭിപ്രായമാണ്. അതുപോലെ തന്നെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. ചിലപ്പോൾ സ്പിൽബർഗ് ആയിരിക്കും പറയുന്നത്. അങ്ങനെയുള്ളൂ ഈ വ്യത്യാസം. എനിക്ക് ചാർലി ചാപ്ലിനാണ് ഇഷ്ടം സ്പിൽബർഗിനേക്കാളും. ഞാൻ SIT എന്ന് പറയുന്ന വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഒരു 10-20ഓളം ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുണ്ട്. അതിൽ പല ചരിത്രകാരന്മാരെയും ചരിത്ര പുരുഷന്മാരെയും ചരിത്രങ്ങളെയും എനിക്ക് രേഖപ്പെടുത്താൻ പറ്റി. എനിക്കും പഠിക്കാൻ പറ്റി. ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതറിയാതെ എഴുതാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ പല മഹാരഥന്മാരെയും പഠിച്ചത്. ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററികളിൽ 9 എണ്ണത്തിന് മാനവശേഷി വകുപ്പിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അഭിമാനത്തോടെ തന്നെ പറയണം, അഹങ്കാരത്തോടെ അല്ല, അഭിമാനത്തോടെ പറയാം. അതിൽ എൻ്റെ പങ്കാളിയായിരുന്നു
എൻ്റെ കൂടെ എഡിറ്റ് ചെയ്തിരുന്ന അനൂപ്, എനിക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കാൻ എത്രയോ കുട്ടികളാണ് വന്നിട്ടുള്ളത്. അവർക്കൊന്നും കൊടുക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. കാരണം എനിക്ക് തന്നെ കിട്ടുന്നത് ആകെ 20,000 രൂപ എന്തൊക്കെയാണ്. ബാക്കിയൊക്കെ ഈ പ്രൊഡക്ഷൻ ചിലവായിട്ട് പോവും, സ്റ്റുഡിയോയിൽ അടയ്ക്കണം. അങ്ങനെ തുച്ഛമായ പൈസയ്ക്ക് ആണ് SITക്ക് വേണ്ടി വർക്ക് ചെയ്തത്. അത് എനിക്ക് കിട്ടിയ അവാർഡുകളല്ല, വാസ്തവത്തിൽ എൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്ത എഡിറ്റർമാരും ക്യാമറാമാന്മാർക്കുള്ള അവാർഡുകളാണ്. എനിക്കറിയില്ലായിരുന്നു, ഇത് എഴുതി വെച്ച പുസ്തകങ്ങൾ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. സത്യമാണോ അസത്യമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ രേഖപ്പെടുത്തിയത് വായിച്ചതിൽ നിന്ന് ഞാൻ സൃഷ്ടിച്ച ഒരു പുനരാവിഷ്കാരം. അവിടെയും നാടകം ഉപയോഗിച്ചിട്ടുണ്ട്. ഡ്രാമകളാണ്, ഡോക്യുമെൻ്ററി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചെയ്തതൊക്കെ ഡ്രാമകളാണ്. മനുഷ്യന് ജീവിക്കാൻ പൈസ വേണം. നിങ്ങൾ പറയും പൈസ കൊണ്ടൊന്നും നേടാൻ പറ്റില്ല. നിങ്ങൾ ആശുപത്രിയിൽ കയറിയാൽ പൈസ വേണം, ഭക്ഷണം കഴിക്കാൻ പൈസ വേണം, എന്തിന് ശ്വസിക്കാൻ പൈസ വേണം. ആ അവസ്ഥയിലാണ് നമ്മുടെ ലോകം. അങ്ങനെ ഞാൻ ഒരു കുടുംബം പോറ്റാൻ പൈസ വേണം. ഞാൻ ഒരുപാട് ബിസിനസ് നടത്തിയിട്ടുണ്ട്. ആദ്യം തുടങ്ങിയത് എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് തിരുവനന്തപുരത്ത് കൃപാ തിയേറ്ററിനടുത്ത്, പണ്ടത്തെ കൃപാ തിയേറ്ററിനടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. അത് നമുക്ക് വാടകയ്ക്കെടുത്ത് തുടങ്ങിയാലോ എന്ന് തോന്നിയിട്ട്, ഒന്നും പൈസയൊന്നുമില്ല, ലോൺ എടുത്തിട്ട് ഞാനും അവനും കൂടി ആ ഹോട്ടൽ തുടങ്ങി, ബ്രിഡ്ജ് റെസ്റ്റോറൻറ്റ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അത് പൂട്ടിപ്പോയി. കാരണം അവിടെ ഉച്ചയ്ക്ക് മാത്രമേ ഭക്ഷണമുള്ളൂ. അതായിരുന്നു ആ ഹോട്ടലിൻ്റെ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. രാവിലെ ചാലയിൽ പോവും, അവിടെ നിന്ന് പച്ചക്കറി വാങ്ങിക്കും. ഒരു കുക്ക് പയ്യനുണ്ട്, അവൻ എഴുതി തരുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അവിടെ കൊണ്ട് ചെന്നിട്ട് ഈ ലിസ്റ്റ് കൊടുക്കുമ്പോൾ, ഇത് എല്ലാ ദിവസവും കാണുമ്പോൾ അയാൾ എന്നോട് അവസാനം ചോദിക്കും, നിങ്ങളെന്ത് കല്യാണത്തിന് ഇതെടുത്തിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു അല്ല, ഞാനൊരു ഹോട്ടൽ നടത്തുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ആ കച്ചവടക്കാരൻ പറയാണ്, ഞാൻ കൊണ്ടുപോകുന്ന ലിസ്റ്റിൽ പിന്നെ വെണ്ടയ്ക്ക ഇത്ര കിലോ, തക്കാളി ഇത്ര കിലോ, ഇഞ്ചി ഇത്ര, മറ്റത് ഇത്ര, മറിച്ചത് ഇത്ര എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അയാളൊരു കൂടെ എടുത്ത് വെച്ചെന്നിട്ട് പറഞ്ഞു, 12 രൂപയുള്ളൂ, ഇത് മതി ഹോട്ടലിന് കൊടുക്കാൻ. 12 രൂപയ്ക്ക് ആ കൂടയിൽ മുഴുവൻ പുഴുവരിച്ചതും പഴകിയതുമായ പച്ചക്കറികളാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട, ഞാൻ ദിവസം 120 രൂപ കൊടുത്തോ 200 രൂപ കൊടുത്തോ വാങ്ങിക്കുന്നിടത്താണ് 12 രൂപയ്ക്ക് അയാൾ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനും കഴിക്കുന്ന ഭക്ഷണമാണ്. ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട. അങ്ങനെ കടം കയറി ഈ ഉച്ചഭക്ഷണം ബാക്കി വരുമ്പോൾ കോർപ്പറേഷൻ വണ്ടി വരും. ആ കോർപ്പറേഷൻ വണ്ടിയിലേക്ക് തലേന്ന് ബാക്കിയിരുന്ന ചോറെടുത്ത് കൊടുക്കും. അപ്പോൾ ആ കോർപ്പറേഷൻ വണ്ടി ഓടിക്കുന്ന ആൾ, ഇത് ശേഖരിക്കാൻ വരുന്ന ആൾ എന്നോട് ചോദിച്ചാൽ, ഇവിടെ വടയും ദോശയൊന്നും ഉണ്ടാക്കാറില്ലേ, എന്തിനാണ് ഇത്രയും വേസ്റ്റാക്കുന്നത്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹോട്ടൽ വ്യവസായം എനിക്ക് പറ്റിയതല്ല. അങ്ങനെ ഞാൻ അന്ന് ബോർഡ് തൂക്കി, ഹോട്ടൽ അടച്ചു, കട അവധി. അത് കഴിഞ്ഞ് അടുത്ത ഇൻഡസ്ട്രി തുടങ്ങി. അതും ആ കൂട്ടുകാരൻ പറഞ്ഞിട്ട് തന്നെയാണ്, റെഡിമെയ്ഡ് ഹോൾസെയിൽ ബിസിനസ്. ബാംഗ്ലൂരും തമിഴ്നാട്ടിലൊക്കെ പോയി തുണിയെടുക്കും. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മുംബൈ കാണുന്നത്, ബോംബെ. അവിടുത്തെ പല കടകളിലും കയറി ഇറങ്ങി തുണികളൊക്കെ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ശേഖരിച്ച് ഓർഡർ പിടിക്കണം. ആ ഓർഡർ എടുത്ത് പല കടകളിലും വിതരണം ചെയ്യണം. അപ്പോൾ അത് നഷ്ടമാണെന്ന് തോന്നി, പല കടകളിൽ നിന്നും വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് ഒരു ബുദ്ധി ഒരുത്തൻ പറഞ്ഞു തന്നത്, നിങ്ങളുടെ ബ്രാൻഡിലൊരു പിന്നെ ഷർട്ട് ഇറക്കും, അതിന് വാല്യൂ ഉണ്ടാവും. അങ്ങനെ ഞാൻ റിയാസ് എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ, അവനാണ് എൻ്റെ പാർട്ട്ണറായിരുന്നത്.
അവനും ഞാനും കൂടി എൻ്റെ അലൻ എന്ന പേരിൻ്റെ അത് വിട്ടിട്ട് റിയൽ ഫാഷൻ എന്ന് പറഞ്ഞ് ഒരു ബ്രാൻഡ് ഉണ്ടാക്കി ബാംഗ്ലൂർ ഒരു കമ്പനിക്ക് കൊടുത്തു, തുണി മില്ലുകാർക്ക്. അവർ നല്ല ക്വാളിറ്റിയിലെ തുണിയൊക്കെ അടിച്ച് തന്നു, നമ്മുടെ ബ്രാൻഡൊക്കെ അടിച്ച് തന്നു. പല കടകളിലും ഓർഡർ കിട്ടി, കൊണ്ട് നടന്ന് ഓർഡർ എടുത്തു, നല്ല ഓർഡർ കിട്ടി. ഞാൻ ഇതന്ന് കാറൊന്നുമില്ലല്ലോ, ഇപ്പം ബസ് സ്റ്റാൻഡിൽ നിന്ന് ചുമട്ടുതൊഴിലാളികൾ കയറ്റി ബസ്സിൻ്റെ മുകളിൽ വയ്ക്കണം. അങ്ങനെ അവർ കയറ്റി വെച്ച് തരും, അവർക്കുള്ള കൂലി കൊടുക്കണം. ഞാൻ കൊല്ലം, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം, അങ്ങനെ പല ഭാഗങ്ങളിലും ഇത് ഇറക്കാൻ അവിടുത്തെ കൂലി കൊടുക്കണം. അങ്ങനെ പല കടകളിലും പിടിച്ച് ഇങ്ങനെ എറണാകുളം പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് കായംകുളത്തൊരു റെഡിമെയ്ഡ് ഷോപ്പ് തുറക്കുന്നു. എനിക്ക് നല്ല ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ ഒരു 30 ദിവസമൊക്കെ എന്തൊക്കെ എടുക്കും അവർ പൈസ തിരിച്ചു തരാൻ. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ അതും പൂട്ടി. ഇവരാരും പൈസ തരുന്നില്ല. എനിക്ക് കിട്ടിയ ഓർഡറൊന്നും എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ വേണ്ടേ, ഇവർ തന്നാലേ പറ്റൂ. അങ്ങനെ ആ പള്ളിക്കൂടവും പൂട്ടി. അത് കഴിഞ്ഞ് ഇനി എന്തെങ്കിലും പണി വേണ്ടേ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു, ഞാൻ നല്ല കുക്കാണ്, ഒരു നല്ല നടന് മാത്രമേ നല്ല കുക്കാകാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാമോ. അങ്ങനെ ഞാൻ ഒരു മീൻ അച്ചാർ പരിപാടി തുടങ്ങിയാലോ എന്ന് പിടിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന മീനൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ അച്ചാറുണ്ടാക്കും, ഞാൻ തന്നെ പാക്ക് ചെയ്യും. അലൻ സ്പിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് വിട്ടു. അതും കൊണ്ടിങ്ങനെ നടന്നു കുറേ കാലം. അതും ഓടിയില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് എനിക്ക് സ്റ്റീവ് ലോപ്പസ് വന്ന് വീഴുന്നത്. എന്നെ ആരും, എൻ്റെ കൂട്ടുകാരൊക്കെ സീരിയൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരാരും എനിക്കൊരു വേഷം പോലും തരുന്നില്ല. എന്തെങ്കിലും ഒരു വരുമാനം വേണം, എനിക്ക് കുടുംബമായി, മക്കളായി. അങ്ങനെ ഒരു ദിവസം പണ്ട് പരിചയമുള്ള ബാനർജിയെ കാണും. അപ്പോൾ അദ്ദേഹമാണ് അനിൽ ബാനർജി. അദ്ദേഹം മുൻഷി എന്ന് പറയുന്ന ഒരു പരിപാടി ഏഷ്യാനെറ്റ് വേണ്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അയാളോട് പറഞ്ഞു, എനിക്കൊരു വേഷം തരണം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, അത്ര വലിയ വരുമാനമൊന്നും തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പലിശ അടക്കമുള്ള പൈസ കിട്ടിയാൽ മതി. അങ്ങനെയാണ് ഞാൻ മുൻഷിയിൽ കോൺഗ്രസ്സുകാരനായിട്ട് അഭിനയിക്കുന്നത്. ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പോകണം, ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ എല്ലാ ദിവസവും പോകണം. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ ഒരു കാരണവശാലും പബ്ലിക് ഇതിലേക്ക് പ്രസൻറ്റ് പാടില്ല, പെർഫോം ചെയ്യാൻ പാടില്ല. അതൊരു സങ്കടം തോന്നിയ അവസ്ഥയായിരുന്നു. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം കാല് കെട്ടിയിടുക എന്ന് പറയുന്നതും അഭിനയിക്കേണ്ട എന്ന് പറയുന്നതും വേദനിപ്പിക്കുന്നതാണ്. എന്തായാലും എനിക്ക് പലിശ അടക്കണം. ഞാൻ സമ്മതിച്ചു. 3 വർഷത്തെ എഗ്രിമെൻ്റ് വെച്ചു. അദ്ദേഹം എനിക്ക് ലോണിന് വേണ്ടി, ബസ് കയറി അവിടെ എത്താൻ പറ്റാത്തതുകൊണ്ട് ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് എനിക്കൊരു ബൈക്ക് വാങ്ങി തന്നു. ആ ബൈക്കിലാണ് ഞാൻ മുൻഷിയിൽ അഭിനയിക്കാൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ പണിക്കർ സാറിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന, നാടക സംഘത്തിലുണ്ടായിരുന്ന അയ്യപ്പൻ, ദിലീപ്, അങ്ങനെ കുറേ പേരൊക്കെയാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. എല്ലാവരും വട്ടം തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാനർജി വരും സ്ക്രിപ്റ്റുമായിട്ട്. അദ്ദേഹം എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് പോലും ആരോടും പറയാറില്ല. ഒരു സ്പേസ് കണ്ടെത്തി വെച്ചിട്ടുണ്ട്, അവിടെ ആരെയും പരസ്യമായിട്ട് കൊണ്ടുപോകാറില്ല. അങ്ങനെ ആ രഹസ്യ സംഘത്തിലിരുന്ന് മുൻഷിയിൽ ഞാനൊരു 3 വർഷം പൂർത്തിയാക്കാതെ പുറത്തിറങ്ങേണ്ടി വന്നു. അതൊക്കെ ഞാൻ എൻ്റെ ആത്മകഥയിൽ പറഞ്ഞുള്ളൂ, എന്താണ് കാരണങ്ങളെന്നൊക്കെ. പണ്ട് അച്ഛനും അമ്മയും എൻ്റെ അനിയനെയും കൂട്ടി സിനിമ കാണാൻ പോകുമായിരുന്നു, നഗരത്തിലേക്ക്, തിരുവനന്തപുരത്തേക്ക്.
ശ്രീകുമാർ, ന്യൂ തിയേറ്റർ, പത്മനാഭ, അങ്ങനെ സ്ഥലങ്ങളിലും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും കൊണ്ടുപോകും. അന്ന് ആ സിനിമ കാണുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ സത്യൻ സാറായിരുന്നു. നസീർ സാറും സത്യൻ സാറുമാണ് അന്ന് സൂപ്പർ സ്റ്റാറുകൾ. സത്യൻ സാറ് അഭിനയിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും പഴയ സിനിമകൾ ഞാൻ കാണുമ്പോൾ എനിക്ക് സത്യൻ സാറിനെ പോലെ ഒന്ന് അഭിനയിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. നസീർ സാർ എൻ്റെ അയൽവക്കക്കാരനാണ്, ചിറയൻകീഴുകാരനാണ്. സുമുഖനാണ്, സുന്ദരനാണ്. എനിക്കന്ന് നസീർ സാറിൻ്റെ അഭിനയത്തെക്കാളും മികവ് തോന്നിയത് സത്യൻ സാറിൻ്റെ പെർഫോമൻസാണ്. അത് അദ്ദേഹത്തിന് കിട്ടിയ കഥാപാത്രങ്ങൾ കൊണ്ടായിരിക്കാം, സംവിധായകരുടെ മികവ് കൊണ്ടായിരിക്കാം. ഞാനൊരു തവണ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇവിടെ പ്രൈവറ്റ് ബസ്സുകളാണ് അന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. KSRTC ബസ് വന്നിട്ടില്ല. അമ്മയും അച്ഛനും, ഞാനന്ന് 5ാം ക്ലാസ്സിലെന്തോ പഠിക്കുകയാണ്, 5ലോ 4ലോ പഠിക്കുന്ന സമയമാണ്. അമ്മയും അച്ഛനും ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി അങ്ങ് പോകുന്നു. KMKS ബസ്, RKV ബസ് എന്നൊക്കെ പറഞ്ഞ് 2 ബസ്സേ ഇവിടെ ഈ റോട്ടിലൂടെ ഓടും. അന്ന് ചെളിമൺ പാതയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛനും അമ്മയും സിനിമ കാണാൻ പോയാണ്. ഞാൻ ബസ്സിൻ്റെ പുറകെ ഓടി. ബസ് വിട്ടുപോയി. എൻ്റെ കുഞ്ഞമ്മ വന്ന് എന്നെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, അവർ സിനിമ കാണാൻ പോണതല്ല, അവർ സത്യൻ സാർ മരിച്ചുപോയി. സത്യൻ സാറിൻ്റെ ഭൗതിക ശരീരം കാണാൻ VJT ഹാളിലേക്ക് പോവുകയാണ്. ഞാൻ വീടിൻ്റെ പള്ളിയിലിരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞ ഡയലോഗ് കുഞ്ഞമ്മ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു പോലും, ഇനി നസീർ സാർ മരിച്ചാൽ ഞാൻ കാണാൻ പോവില്ല. പക്ഷേ എനിക്ക് കിട്ടിയ ആദ്യത്തെ അവാർഡ് നസീർ സാറിൻ്റെ പേരിലുള്ളതാണ്. നിരന്തരം എനിക്ക് നസീർ സാർ എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ അന്ന് എന്നെ കാണാൻ വരില്ലെന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ പ്രതിമയായിട്ട് വരും. അതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആ വിധി വൈപരീത്യമുണ്ടല്ലോ. എനിക്ക് സത്യൻ സാറിൻ്റെ പേരുള്ള ഒരു സ്മരണാർത്ഥമുള്ള അവാർഡും കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ അവാർഡ് തന്നെ നസീർ സാറിൻ്റെ പുരസ്കാരമാണ്. നസീർ സാറിൻ്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരമാണ്. അതെനിക്ക് തോന്നുന്നു നസീർ സാറിൻ്റെ നന്മയുടെ പ്രതീകമായിരിക്കാം എൻ്റെ വീട്ടിലിങ്ങനെ നസീർ സാറിൻ്റെ ഒരു അവാർഡ് കൊണ്ടുവയ്ക്കാൻ എനിക്ക് ദൈവം തന്ന ഭാഗ്യം. ആ മനുഷ്യരോടൊക്കെ നന്ദിയുണ്ട്. ഇത് ഏതോ ഒരു ചിത്രകാരൻ എനിക്ക് വരച്ചു കൊണ്ട് തന്നതാണ്. ആ പയ്യൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ എറണാകുളത്തൊരു ഷൂട്ടിലിരിക്കുമ്പോൾ ഒരു പയ്യൻ കാണാൻ വരുന്നുണ്ടെന്ന് റിസപ്ഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ വരാൻ പറഞ്ഞു. ഞാൻ മനുഷ്യരോട് സംവദിക്കുന്ന ആളാണ്. എനിക്ക് ആരോടും ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല. ഞാനങ്ങനെ കുറ്റം ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കൊണ്ട് തന്നപ്പോൾ ഞാൻ എടുത്ത് നോക്കി. എന്തൊരു അർത്ഥവത്തായ ചിത്രമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ആ ചെറുക്കൻ വരച്ചു വെച്ചത്. എൻ്റെ ഒരു കാരിക്കേച്ചർ. ഞാൻ കാസർഗോഡ് കളിച്ച നാടകത്തിൻ്റെ ഒരു കാരിക്കേച്ചർ രൂപം. നാവരിയാൻ പറ്റില്ല, ചങ്ങലയിട്ട് പൂട്ടാൻ പറ്റില്ല, പേരെ അടയ്ക്കാൻ പറ്റില്ല, എല്ലാം ഞാൻ ലംഘിക്കും എൻ്റെ പ്രതിച്ഛായ കൊണ്ട്, എൻ്റെ ധൈര്യം കൊണ്ട് എന്ന് പറയുന്നിടത്ത് അവൻ വരച്ചു തീർത്തൊരു ചിത്രമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ അവാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രേംനസീർ സാറിൻ്റെ പേരിലുള്ള. അതിനു മുമ്പേ കിട്ടിയതാണ് ഈ മഹത്തായൊരു ചിത്രം. ആ ചെറുക്കൻ എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്നെന്നെ വിളിക്കണേ. അവൻ്റെ വരയുടെ അർത്ഥം ഇതൊരു പിക്കാസോയുടെ ചിത്രം പോലെ എനിക്ക് തോന്നി, കൂർണിക്ക പോലെ. അന്ന് തന്നെ ആ കൂട്ടുകാരനെ, എൻ്റെ അഭിപ്രായത്തെ മാനിച്ച ആ സുഹൃത്തിനെ ഞാനിപ്പോൾ ആദരവോടെ ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ സ്നേഹത്തോടെ പറയുന്നു, നമ്മൾ വിശ്വപൗരൻ എന്നൊക്കെ പലരും വിശേഷിപ്പിക്കും. വിശ്വകലാകാരനായ അടൂർ സാറും ഞാനും കൂടി ഒരുമിച്ചിരുന്ന് അവതരിപ്പിച്ച നാടകമാണ്.
അടൂർ സാർ അറിഞ്ഞില്ല ഇതൊരു നാടകം കളിക്കുകയാണെന്ന്. എൻ്റെ ഈ ഭരതഗ്രഹം ഓപ്പൺ ചെയ്തു തന്നത് ആ മനുഷ്യനാണ്, ആ ഗുരുനാഥനും വന്യം. അടൂർ സാറിനോട് ഞാനൊരു തിരി കൊളുത്തി കയറണമെന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ കയ്യിൽ തിരിയില്ല. അപ്പോൾ അടൂർ സാറ് മനസ്സിലായി നാടകമാണ്. അപ്പോൾ അടൂർ സാർ ചെയ്തതെന്താണെന്നറിയോ? അടൂർ സാർ ജുബയുടെ പോക്കറ്റിൽ നിന്ന് തീപ്പെട്ടി എടുത്തിട്ട് ഇങ്ങനെ കത്തിക്കുന്നത് പോലെ, ഒന്നുമില്ല കയ്യിൽ, ഒരു ആക്ടിങ്, തിരി കൊളുത്തി. ഞങ്ങളങ്ങനെ കയറി ഇവിടെ വന്നു, സാറിനെ ഇവിടെ ഇരുത്തി, ബാക്കി നാടകം കാണാൻ വന്നവരൊക്കെ അപ്പുറത്തൊക്കെ ഇരുന്നു. എല്ലാം കണ്ടിട്ട് ഞാനൊരു ഡെഡ് ബോഡിയാണ്. ഒരു നടനും സംവിധായകനും തമ്മിലുള്ള സംവാദമാണ് ആ നാടകത്തിൻ്റെ പ്രമേയം. ഇതൊന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഇംപ്രവൈസേഷനാണ്. ഞാൻ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ എണീറ്റിട്ട്, നടൻ ഒരു സംവിധായകനോട് ചോദിക്കുകയാണ്, എന്താണ് ജീവിതത്തെക്കുറിച്ചുള്ള താങ്കളുടെ വീക്ഷണം? അപ്പോൾ സാറ് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ സാറിനോട് കുറേ ചോദ്യങ്ങൾ, സാറ് എന്നോട് കുറേ ഉത്തരങ്ങൾ. അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്, സാറിന് പോലും മനസ്സിലായെന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത് നാടകമായിരുന്നു. നാടകം കളിച്ചു തുടങ്ങിയ, അടൂർ സാറുമായിട്ട് നാടകം കളിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു നടനാണ് ഞാൻ. അതിൽ അഭിമാനം തോന്നുന്നു. ലോകത്തെ പല മഹാന്മാരായ നടന്മാരോടൊപ്പം അഭിനയിക്കാൻ പലർക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അടൂർ സാറിനോടൊപ്പം അഭിനയിക്കാൻ, നാടകം കളിക്കാൻ എനിക്ക് പറ്റിയത് എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് തന്ന അനുഗ്രഹമാണ്. അവർക്കുള്ള പ്രണാമം ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സ്പേസ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, ഈ ഭരതഗ്രഹം, നടൻ്റെ ഗൃഹം, നടൻ്റെ വീട് എന്ന് പറയുന്നത് നാടകം കളിക്കാനുള്ളൊരു വേദിയാണ്, ലോകമാണ്. ഓരോ ഗൃഹവും, എല്ലാ ഗൃഹത്തിലും നാടകമുണ്ട്. ഭൂമിയിൽ മാത്രമല്ല, ഓരോ വീട്ടിലും നാടകമുണ്ട്. അരങ്ങിൽ മാത്രമല്ല, ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല. അപ്പോൾ ഞാനിവിടെ പലരെയും ക്ഷണിക്കാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കും കൂട്ടായും നാടകം ചെയ്യാറുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ അവനാൻ കടമ്പ വേൾഡ് തിയേറ്റർ ഡേക്ക് വേറൊരു വേഷനിൽ അവതരിപ്പിച്ചു. രംഗപ്രഭാതത്തിലെ കുട്ടികൾ വന്ന് അവതരിപ്പിച്ച നാടകങ്ങൾ കാണാം. ഞാനിവിടെ നാടക കളരികൾ നടത്താറുണ്ട് ഫ്രീ ആവുന്ന സമയത്തൊക്കെ. വളരെ പ്രശസ്തരായ നാടകപ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും ഇവിടെ വന്ന് നാടകം പഠിപ്പിക്കുകയും അവരുടെ അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു സ്പേസാണിത്. അങ്ങനെ തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിലാണ് ഈ വീട്.